ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം എന്നുള്ളതാണ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ക്വസ്റ്റ്യൻ വേർഡ് വെച്ചുകൊണ്ട് എങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ ദേ പ്ലേ ക്രിക്കറ്റ് എന്നുള്ള ഉദാഹരണം എടുക്കുമ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസ് ആണ് ദേ പ്ലേ ക്രിക്കറ്റ് അല്ലേ. ദേ എന്നുള്ള പ്ലൂറൽ സബ്ജക്റ്റ് വന്നതുകൊണ്ട് പ്ലേ എന്നുള്ള V1 ആണ് വന്നത് അല്ലേ. ഇപ്പോൾ ദേ പ്ലേ ക്രിക്കറ്റ് എന്നുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ പ്ലേയിൽ നിന്ന് ഹെൽപ്പിംഗ് വെർബിനെ പുറത്തേക്ക് എടുക്കുന്നു. പ്ലേ എന്നുള്ള V1 ഏത് ഹെൽപ്പിംഗ് വെർബാണ് ഉണ്ടാവുക? ഡു എന്ന ഹെൽപ്പിംഗ് വെർബാണ് ഉണ്ടാവുക അല്ലേ. ഇപ്പോൾ ദേ ഡു പ്ലേ ക്രിക്കറ്റ് എന്ന് എഴുതി. എന്താ ചെയ്തത്? പ്ലേയിൽ നിന്നും ഹെൽപ്പിംഗ് വെർബിനെ പുറത്തേക്ക് എടുത്തിട്ട് ദേ ഡു പ്ലേ ക്രിക്കറ്റ് എന്ന് എഴുതി. പിന്നെ അടുത്ത വരി നോക്കൂ, ഡു ദേ പ്ലേ ക്രിക്കറ്റ്. എന്താ ചെയ്തത്? ഡൂവിനെ സെൻറ്റൻസിൻ്റെ ആദ്യത്തിലോട്ട് കൊണ്ടുവന്നു അല്ലേ. സബ്ജക്റ്റിൻ്റെയും അപ്പുറത്തോട്ട് കൊണ്ടുവന്നപ്പോൾ ഡു ദേ പ്ലേ ക്രിക്കറ്റ് എന്നായി. ഡു ദേ പ്ലേ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അവർ ക്രിക്കറ്റ് കളിക്കുകയാണോ? ദേ പ്ലേ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ അവർ ക്രിക്കറ്റ് കളിക്കുന്നു. ഡു ദേ പ്ലേ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാലോ അവർ ക്രിക്കറ്റ് കളിക്കുകയാണോ എന്നാണ് വന്നത് അല്ലേ. കളിക്കുകയാണോ എന്നുള്ള പോസിറ്റീവ് ക്വസ്റ്റ്യൻ വന്നു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിൽ നിന്ന് എങ്ങനെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. ഇവിടെ എന്താ ചെയ്യേണ്ടത്? ആ ഡൂവിൻ്റെ അപ്പുറത്ത് വാട്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വാട്ട് ഡു ദേ പ്ലേ, വാട്ട് ഡു ദേ പ്ലേ എന്ന് എഴുതാം. എന്താണ് അവർ കളിക്കുന്നത്? ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. ഓക്കെ, ഇനി അടുത്തൊരു ഉദാഹരണം നോക്കൂ. ദേ ഗോ ടു സ്കൂൾ. അവർ സ്കൂളിലേക്ക് പോകുന്നു. ഈ ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസിൽ നിന്ന് എങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ വേർഡ് വെച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം എന്ന് നോക്കാം. ദേ ഗോ ടു സ്കൂൾ. അവർ സ്കൂളിലേക്ക് പോകുന്നു. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ഗോ എന്ന V1 നിന്ന് ഡു എന്ന ഹെൽപ്പിംഗ് വെർബിനെ പുറത്തേക്ക് എടുക്കുന്നു അല്ലേ. ദേ ഡു ഗോ ടു സ്കൂൾ. അവർ സ്കൂളിലേക്ക് പോകുന്നു. ദേ ഡു ഗോ ടു സ്കൂൾ. അവർ സ്കൂളിലേക്ക് പോകുന്നു. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ഡൂനെ സെൻറ്റൻസിൻ്റെ ആദ്യത്തിലോട്ട് കൊണ്ടുവരുമ്പോൾ ഡു ദേ ഗോ ടു സ്കൂൾ. അവർ സ്കൂളിലേക്ക് പോവുകയാണോ എന്നുള്ളൊരു പോസിറ്റീവ് ക്വസ്റ്റ്യൻ കിട്ടും അല്ലേ. ഡു ദേ ഗോ ടു സ്കൂൾ. പിന്നീട് നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം നോക്കൂ. ആ ഡൂവിൻ്റെ അപ്പുറത്ത് വേർ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ട് വേർ ഡു ദേ ഗോ, വേർ ഡു ദേ ഗോ. എവിടേക്കാണ് അവർ പോകുന്നത്? വേർ ഡു ദേ ഗോ, വേർ ഡു ദേ ഗോ. എവിടേക്കാണ് അവർ പോകുന്നത്? വേർ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയില്ലേ. വേർ ഡു ദേ ഗോ. എവിടേക്കാണ് അവർ പോകുന്നത്? എവിടേക്കാണ് അവർ പോകുന്നത്? ദേ ഗോ ടു സ്കൂൾ. അവർ സ്കൂളിലേക്ക് പോകുന്നു. ഇനി നോക്കുക അടുത്തൊരു സെൻറ്റൻസ്. ഷീ കുക്സ് ബിരിയാണി. ഷീ കുക്സ് ബിരിയാണി. അവൾ ബിരിയാണി പാചകം ചെയ്യുന്നു അല്ലേ. ഷീ കുക്സ് ബിരിയാണി. അവൾ ബിരിയാണി പാചകം ചെയ്യുന്നു. ഇവിടെ സബ്ജക്റ്റ് സിംഗുലറാണ്. ഷീ എന്നുള്ള സബ്ജക്റ്റാണ് വന്നത്. ഷീ എന്നുള്ള സബ്ജക്റ്റാണ് വന്നത്. അതുകൊണ്ട് തന്നെ കുക്സ് എന്നുള്ള എസ് ഫോമാണ് വന്നത് അല്ലേ. ഷീ കുക്സ് ബിരിയാണി. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? കുക്സ് എന്നുള്ള V1S അഥവാ വെർബിൻ്റെ എസ് ഫോമിൽ ഏത് ഹെൽപ്പിംഗ് വെർബാണ് ഉണ്ടാവുക? ഡസ് എന്നുള്ള ഹെൽപ്പിംഗ് വെർബാണ് ഉണ്ടാവുക അല്ലേ. ഷീ ഡസ് കുക്ക് ബിരിയാണി. എന്താ നമ്മൾ ചെയ്തത്? കുക്സ് എന്നുള്ള എസ് ഫോമിൽ നിന്ന് ഡസ് എന്ന ഹെൽപ്പിംഗ് വെർബിനെ പുറത്തേക്ക് എടുത്തു. ഷീ ഡസ് കുക്ക് ബിരിയാണി. അവൾ ബിരിയാണി പാചകം ചെയ്യുന്നു. രണ്ടിൻ്റെ അർത്ഥം സെയിം ആട്ടോ. ഷീ കുക്സ് ബിരിയാണി, ഷീ ഡസ് കുക്ക് ബിരിയാണി. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഡസ് ഷീ കുക്ക് ബിരിയാണി എന്നാക്കി മാറ്റി. ആ ഡസ്സിനെ സബ്ജക്റ്റിൻ്റെ അപ്പുറത്തോട്ട് കൊണ്ടുവന്ന് ഡസ് ഷീ കുക്ക് ബിരിയാണി. അവർ ബിരിയാണി പാചകം ചെയ്യുകയാണോ? അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വേണം കേട്ടോ. ഡസ് ഷീ കുക്ക് ബിരിയാണി. അവർ ബിരിയാണി പാചകം ചെയ്യുകയാണോ? ഓക്കെ, എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ഡസ്സിൻ്റെ അപ്പുറത്ത് വാട്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വേർഡ് വെക്കുമ്പോൾ വാട്ട് ഡസ് ഷീ കുക്ക്. എന്താണ് അവൾ പാചകം ചെയ്യുന്നത് എന്നായി അല്ലേ. വാട്ട് ഡസ് ഷീ കുക്ക്. എന്താണ് അവൾ പാചകം ചെയ്യുന്നത്. അപ്പോൾ ഡസ്സിൻ്റെ അപ്പുറത്ത് നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ് വെച്ചില്ലേ. വാട്ട് ഡസ് ഷീ കുക്ക്. എന്താണ് അവൾ പാചകം ചെയ്യുന്നത്? ഷീ കുക്സ് ബിരിയാണി. അവൾ ബിരിയാണി പാചകം ചെയ്യുന്നു അല്ലേ. ഇനി നോക്കുക അടുത്തൊരു സെൻറ്റൻസ്. ഹി ഗോസ് ടു സ്കൂൾ ബൈ കാർ. ഹി ഗോസ് അവൻ പോകുന്നു. ടു സ്കൂൾ സ്കൂളിലേക്ക്. ബൈ കാർ കാറിലാണ് സ്കൂളിലേക്ക് പോകുന്നത് അല്ലേ. അവൻ കാറിലാണ് സ്കൂളിലേക്ക് പോകുന്നത്. ഇവിടെ ഗോസ് എന്നുള്ള വെർബിൻ്റെ എസ് ഫോമാണ് വന്നത്. കാരണം എന്താണ്? ഹി എന്നുള്ള സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ഗോസ് എന്നുള്ള എസ് ഫോം വന്നത്. ഹി ഗോസ് ടു സ്കൂൾ ബൈ കാർ. അവൻ കാറിലാണ് സ്കൂളിലേക്ക് പോകുന്നത്. ഹി ഡസ് ഗോ ടു സ്കൂൾ ബൈ കാർ. എന്താ ചെയ്തത്?
ആ ഡസ്സിനെ നമ്മൾ പുറത്തേക്ക് എടുത്തു. ഗോസ് എന്നുള്ള എസ് ഫോമിൽ നിന്ന് ഡസ്സിനെ പുറത്തേക്ക് എടുത്തിട്ട് ഹി ഡസ് ഗോ ടു സ്കൂൾ ബൈ കാർ എന്നെഴുതി. അവൻ സ്കൂളിലേക്ക് കാറിലാണ് പോകുന്നത്. അടുത്ത് നോക്കൂ, ആ ഡസ്സിനെ സബ്ജക്റ്റിൻ്റെ അപ്പുറത്തോട്ട് കൊണ്ടുവന്ന് ഡസ് ഹി ഗോ ടു സ്കൂൾ ബൈ കാർ, ഡസ് ഹി ഗോ ടു സ്കൂൾ ബൈ കാർ, അവൻ കാറിലാണ് സ്കൂളിലേക്ക് പോകുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായില്ലേ, പോസിറ്റീവ് ക്വസ്റ്റ്യനാക്കി മാറ്റി. ഡസ് ഹി ഗോ ടു സ്കൂൾ ബൈ കാർ. അടുത്ത് നോക്കൂ, ഈ ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്നുള്ളത്. ഹൗ ഡസ് ഹി ഗോ ടു സ്കൂൾ, എങ്ങനെയാണ് അവൻ സ്കൂളിലേക്ക് പോകുന്നത്. ഹൗ ഡസ് ഹി ഗോ ടു സ്കൂൾ, ഹൗ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് വെച്ചു. എന്നിട്ടോ എവിടെ കൊണ്ടുവച്ചത്, ഡസ്സിൻ്റെ അപ്പുറത്ത്, ഫസ്റ്റായിട്ട് ഡസ്സിൻ്റെ അപ്പുറത്ത് കൊണ്ടുവച്ചിട്ട് ഹൗ ഡസ് ഹി ഗോ ടു സ്കൂൾ, എങ്ങനെയാണ് അവൻ സ്കൂളിലേക്ക് പോകുന്നത്. ഹൗ ഡസ് ഹി ഗോ ടു സ്കൂൾ, എങ്ങനെയാണ് അവൻ സ്കൂളിലേക്ക് പോകുന്നത്. എങ്ങനെയാണ് അവൻ സ്കൂളിലേക്ക് പോകുന്നത്. ഹി ഗോസ് ടു സ്കൂൾ ബൈ കാർ, അവൻ കാറിലാണ് സ്കൂളിലേക്ക് പോകുന്നത്. എങ്ങനെയാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.